അച്ഛനും മകനും ഒരു കഴുതയെ വാങ്ങിച്ചു. എന്നിട്ട് അവരുടെ സമ്പത്തിൽ നിന്നാണ് അവർ ആ കഴുതയെ വാങ്ങിച്ചത്. വേറെ പൈസ ഒന്നും അവരുടെ കയ്യിലില്ല. അച്ഛനും മകനും ഒരു കഴുതയെ വാങ്ങിച്ചു. എന്നിട്ട് അവര് ആ കഴുതയും കൊണ്ടൊരു യാത്ര പോവുകയാണ്. യാത്ര പോയപ്പോഴത്തേക്കും ഒരു സ്ഥലത്തെത്തിയപ്പോൾ നാട്ടുകാർ പറഞ്ഞു, അയ്യേ എന്താണിത്, ഒരു കഴുതയെ വാങ്ങിച്ചിട്ട് അച്ഛനും മോനും കൂടെ നടന്നു പോണ് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർക്ക് വിഷമമായി. അപ്പൊ അവരെന്താക്കി, അവര് മോനെ കഴുതപ്പുറത്തിരുത്തിയിട്ട് അച്ഛൻ എന്ത് ചെയ്തു, നടന്നു പോയി. അടുത്ത സ്ഥലത്തെത്തിയപ്പോഴത്തേക്ക് ആൾക്കാർ പറഞ്ഞു, നാണം ഇല്ലേന്ന് ചോദിച്ച് ആ ചെറുപ്പക്കാരനായ മോൻ അതിന് മുകളിൽ കയറ്റിയിട്ട് അച്ഛൻ എന്ത് ചെയ്യാണ്, നടത്തു പോകുന്നു. അച്ഛൻ മുകളിൽ കയറിയിട്ട് എന്തായി, മോനെ താഴെ ഇറക്കി. അപ്പോഴേ അടുത്തെത്തിയപ്പോൾ ആൾക്കാർ പറഞ്ഞു, നിങ്ങൾ എന്തായി കാണിക്കുന്നത്, നിങ്ങളുടെ കുട്ടീനല്ലേ, എന്നിട്ട് നിങ്ങൾ എന്തായി കാണിക്കുന്നത്, അവനെ നടത്തിക്കൊണ്ടാണ് നിങ്ങൾ പോണെന്ന് ചോദിച്ചു. അവസാനം രണ്ടുപേരും കൂടെ ഈ കഴുതപ്പുറത്ത് കയറാൻ തുടങ്ങി. കഴുത ലോഡ് താങ്ങാനാവാതെ അവസാനം നടുതുളന്ന് കിടപ്പിലുമായി. അവസാനം ആ കഴുതയെ അവർക്ക് ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വന്നു. കാരണം ആ കഴുതയെ ട്രീറ്റ് ചെയ്യാനുള്ള പൈസ അവരുടെ കയ്യിലില്ല, ഇതും കൊണ്ട് മുന്നോട്ട് പോകാനുള്ള പൈസ അവരുടെ കയ്യിലില്ല. നിങ്ങൾ എന്ത് നല്ലത് ചെയ്താലും മോശം ചെയ്താലും ആളുകൾ കമന്റ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരുടെ താളത്തിനൊത്ത് നിങ്ങൾ തീരുമാനം മാറ്റിയാൽ ഒടുവിൽ നിങ്ങളുടെ കയ്യിൽ എല്ലാം നഷ്ടമാവും. പക്ഷെ അപ്പോഴും ആളുകൾ എന്താ ലാസ്റ്റ് പറഞ്ഞെന്നറിയോ, ആ കഴുതയുടെ നടു നിങ്ങൾ ഒടിച്ചു എന്നാ പറഞ്ഞത്. ആ കഴുതയുടെ നടു നിങ്ങൾ ഒടിച്ചു എന്നാ പറഞ്ഞത്. നിങ്ങൾ എവിടെ എന്ത് ചെയ്താലും നിങ്ങൾക്കെതിരെ പറയാൻ തീരുമാനിച്ച വിഭാഗം നിങ്ങൾക്കെതിരെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും.